സമീപകാലത്ത് അമേരിക്കയിലും കാനഡയിലും നടന്ന രണ്ട് വെടിവെപ്പ് സംഭവങ്ങൾ ഒരു പ്രധാനപ്പെട്ട ചർച്ചയ്ക്ക് തിരികൊളുത്തിയിരിക്കുകയാണ്. AI പ്രതിസ്ഥാനത്ത് നിർത്തുന്നതാണ് ആ ചർച്ച. ആക്രമണങ്ങൾക്കായുള്ള ആസൂത്രണത്തിന് AI ചാറ്റ്ബോട്ടുകളെ ഉപയോഗിച്ചാൽ അവ വികസിപ്പിച്ച കമ്പനികൾക്ക് നിയമപരമായ ഉത്തരവാദിത്തമാകുമോ എന്നതാണ് വിഷയം. ChatGPTയുടെ നിർമ്മാതാക്കളായ OpenAIയെ കേന്ദ്രീകരിച്ചാണ് നിലവിൽ ഈ ചർച്ചകളൊക്കെയും നടക്കുന്നത്. എന്താണ് ഇങ്ങനെയൊരു ചർച്ചയ്ക്ക് കാരണമായത്? നോക്കാം. സ്വാഗതം ഇൻഡപ്തിലേക്ക്. അമേരിക്കയിലും കാനഡയിലും അടുത്തിടെ നടന്ന രണ്ട് വെടിവെപ്പുകൾ ആസൂത്രണം ചെയ്യുന്നതിനായി പ്രതികൾ ഉപയോഗിച്ചത് ChatGPT ആയിരുന്നു. 2025 ഫ്ലോറിഡ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ നടന്ന വെടിവെപ്പിൽ 2 പേരായിരുന്നു കൊല്ലപ്പെട്ടത്. ഇതിൽ പ്രതിയായ ഫീനിക്സ് ഇഗ്നർ ആക്രമണത്തിന് മുൻപ് മാസങ്ങളോളം ChatGPTയുമായി ഒരുപാട് നേരം ആശയവിനിമയം നടത്തുകയും ആക്രമണത്തിനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും ചെയ്തുവെന്നാണ് ആരോപണം. ഒരാൾ പൊതുജനങ്ങൾക്ക് അപകടമുണ്ടാക്കുന്ന വിഷയം സംസാരിച്ചിട്ടും അതേക്കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകാൻ ChatGPT ശ്രമിച്ചില്ല എന്നതാണ് ഉയരുന്ന പ്രധാന വിമർശനം. ഇതേ തുടർന്ന് വെടിവെപ്പിൽ കൊല്ലപ്പെട്ടവരിൽ ഒരാളുടെ ജീവിത പങ്കാളി OpenAIക്കെതിരെയും കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. വെടിവെപ്പിലുണ്ടാകാവുന്ന മരണനിരക്ക്, കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട മാധ്യമ ശ്രദ്ധ, യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും തിരക്കേറിയ സമയങ്ങൾ തുടങ്ങിയ വിഷയങ്ങളായിരുന്നു പ്രതി ChatGPTയുമായി ചർച്ച ചെയ്തത്. ചാറ്റ്ബോട്ട് ആയുധങ്ങളുടെ ഫോട്ടോകൾ പരിശോധിച്ചതായും വെടിവെപ്പുമായി ബന്ധപ്പെട്ട ഉപദേശം നൽകിയതായും ആരോപണമുണ്ട്. തീവ്രവാദാശയങ്ങളും ആത്മഹത്യാ ചിന്തകളും ഉൾപ്പെടുന്ന സംഭാഷണങ്ങൾ ഒരു ഉപയോക്താവ് നടത്തിയിട്ടും OpenAI അതിൽ ഇടപെടൽ നടത്തുന്നതിൽ പരാജയപ്പെട്ടുവെന്നാണ് കൊല്ലപ്പെട്ടയാളുടെ കുടുംബം വാദിക്കുന്നത്. ഈ വിഷയം ഇപ്പോൾ ഒരു സിവിൽ കേസ് എന്നതിനപ്പുറത്തേക്ക് കടന്നിരിക്കുകയാണ്. വെടിവെപ്പിന്റെ നിയമപരമായ ഉത്തരവാദിത്തം OpenAI വഹിക്കുമോ എന്നതിനെക്കുറിച്ച് ഫ്ലോറിഡ അറ്റോർണി ജനറൽ ജെയിംസ് ഉക്മിയർ ഒരു ക്രിമിനൽ അന്വേഷണം അടക്കം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഒരു മനുഷ്യനായിരുന്നു ഇതൊക്കെ ചെയ്തതെങ്കിൽ കൊലപാതക കുറ്റം, ഗൂഢാലോചന എന്നിവ ചുമത്താൻ സാധ്യതയുള്ള തെറ്റുകളാണ് ഇവിടെ ChatGPT ചെയ്തിരിക്കുന്നത് എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഈ വിഷയത്തിലുള്ള ചർച്ച കൂടുതൽ ശക്തമാകുന്നത് 2026 കാനഡയിലെ ടംബ്ലർ റിഡ്ജിൽ നടന്ന മറ്റൊരു സ്കൂൾ വെടിവെപ്പോടെയാണ്. 18 വയസ്സുള്ള ജെസ്സി വാൻ റൂട്ട്സലാർ എന്ന പയ്യൻ നിരവധി പേരെയാണ് കൊലപ്പെടുത്തി ഒടുവിൽ ആത്മഹത്യ ചെയ്തത്. ഈ കൗമാരപ്രായക്കാരനും ആക്രമണത്തിന് മുന്നോടിയായി ChatGPTയുമായി ചർച്ച ചെയ്തിരുന്നു എന്നാണ് വിവരം. ഇവിടെ പക്ഷേ ChatGPT മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നും പറയപ്പെടുന്നു. പക്ഷേ ജെസ്സി വാൻ പുതിയൊരു അക്കൗണ്ട് സൃഷ്ടിച്ച് വീണ്ടും ആശയവിനിമയം തുടരുകയായിരുന്നു. അപ്പോഴും വ്യക്തമായ മുന്നറിയിപ്പ് സൂചനകൾ ഉണ്ടായിരുന്നിട്ടും നിയമപാലകരെ അറിയിക്കുന്നതിൽ OpenAI പരാജയപ്പെട്ടുവെന്നാണ് ആ വെടിവെപ്പിലെ ഇരകളുടെ കുടുംബങ്ങളും ആരോപിക്കുന്നത്. സംഭവത്തിൽ കടുത്ത പൊതുവികാരമാണ് OpenAIക്കെതിരെ ഉയരുന്നത്. അതേ തുടർന്ന് OpenAI CEO സാം ആൾട്ട്മാൻ സമൂഹത്തോട് ക്ഷമാപണം നടത്തുകയും ഭാവിയിൽ ഉയർന്ന അപകട സാധ്യതയുള്ള കേസുകളിൽ അധികാരികളുമായി ശക്തമായ സഹകരണം വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. പക്ഷേ നിലവിലെ വിഷയത്തിൽ OpenAIയെ വെറുതെ വിടാൻ ഒരുക്കമല്ലെന്ന നിലപാടിലാണ് പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾ. ആക്രമണം നടത്താനും ആത്മഹത്യ ചെയ്യാനുമൊക്കെ കാര്യങ്ങൾ ഉപയോക്താക്കൾ ചർച്ച ചെയ്യുമ്പോൾ അത് കണ്ടെത്തി റിപ്പോർട്ട് ചെയ്യേണ്ടത് AI കമ്പനികളുടെ ഉത്തരവാദിത്തമാണെന്നാണ് വിമർശകരുടെ വാദം. എന്നാൽ ChatGPT പൊതുജനങ്ങൾക്ക് ലഭ്യമായ വസ്തുതാപരമായ വിവരങ്ങൾ മാത്രമാണ് നൽകിയതെന്നും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ലെന്നുമാണ് OpenAIയുടെ പക്ഷം. എന്തുതന്നെ ആയാലും AI-യുടെ ഉത്തരവാദിത്തങ്ങളുമായി ബന്ധപ്പെട്ട നാഴികക്കല്ലാകാൻ സാധ്യതയുള്ളതാണ് നിലവിലെ ചർച്ചകളും കേസുകളുമെന്നാണ് നിയമവിദഗ്ധർ കരുതുന്നത്.